യൂറോ കപ്പിലെ ആവേശകരമായ മത്സരത്തിൽ ജോർജിയയെ പരാജയപ്പെടുത്തി തുർക്കി. 1-3 ഗോളുകൾക്കായിരുന്നു തുർക്കിയുടെ വിജയം. യൂറോ കപ്പിൽ ഇതുവരെ കണ്ട ഏറ്റവും മികച്ച മത്സരങ്ങളിലൊന്നായിരുന്നു സിഗ്നൽ ഇഡുന പാർക്കിൽ അരങ്ങേറിയത്. അത്ര മികച്ച നീക്കങ്ങൾ മത്സരത്തിൽ പിറന്നു. മത്സരത്തിന്റെ 25-ാം മിനിറ്റിൽ തുർക്കി ആദ്യ ലീഡെടുത്തു. മനോഹരമായ ഒരു വോളിയിലൂടെ മൊൽദോറാണ് തുർക്കിക്കായി ലക്ഷ്യം കണ്ടത്. തൊട്ടു പിന്നാലെ തുർക്കി വീണ്ടും വലകുലുക്കിയെങ്കിലും ഓഫ്സൈഡ് കാരണം ഗോൾ നിഷേധിക്കപ്പെട്ടു. 32-ാം മിനിറ്റിൽ ജോർജിയ മത്സരത്തിനൊപ്പം എത്തി. മിഗോട്സെയാണ് ഗോൾ നേടിയത്. ആദ്യ പകുതി 1-1 പിരിഞ്ഞു. രണ്ടാം പകുതിയിൽ 65-ാം മിനിറ്റിലാണ് തുർക്കി മത്സരത്തിൽ വീണ്ടും ലീഡെടുത്തത്. തുർക്കിയുടെ റയൽ മാഡ്രിഡ് യുവതാരം ആർദ ഗുള്ളർ 25 വാര അകലെ നിന്ന് തൊടുത്ത അതിഗംഭീര ഷോട്ട് വലയിലെത്തി. തുടർന്നും തുർക്കിക്ക് നല്ല അവസരം കിട്ടിയിരുന്നുവെങ്കിലും ജോർജിയൻ ഗോൾ കീപ്പറുടെ മികവ് സ്കോർ 2-1 നിലനിർത്തി. ജോർജിയ തുടരാക്രമണങ്ങൾ നടത്തിയെങ്കിലും അവർക്ക് ഗോൾ കണ്ടെത്താനായില്ല. അവസാനം ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ അക്തക്കോഗ്ലു തുർക്കിയുടെ 3ാം ഗോളും നേടി വിജയമുറപ്പിച്ചു. മത്സരത്തിന് കണക്കുകളിലേക്ക് വന്നാൽ 56% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് തുർക്കിയായിരുന്നു. 22 ഷോട്ടുകളാണ് തുർക്കി തൊടുത്തത്. 8 ഷോട്ട് ഓൺ ടാർഗറ്റ്. 572 പാസുകൾ 89% കൃത്യതയോടെ തുർക്കി പൂർത്തിയാക്കി. 14 ഷോട്ടുകളാണ് ജോർജിയ തൊടുത്തത്. 5 ഷോട്ട് ഓൺ ടാർഗറ്റ്. 440 പാസുകൾ 85% കൃത്യതയോടെ ജോർജിയ പൂർത്തിയാക്കി. ഗ്രൂപ്പിലെ അടുത്ത മത്സരത്തിൽ തുർക്കി പോർച്ചുഗലിനെയും ജോർജിയ ചെക്ക് റിപ്പബ്ലിക്കിനെയും നേരിടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.